ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് മലപ്പുറത്ത് വല്ലപ്പുഴയിലുള്ളൊരു വീടാണ്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ലാൻഡ്സ്കേപ്പ് ഒന്നും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. എൻ്റെ ഫുൾ വീഡിയോസ് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഉള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് പിന്നീട് പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ള വീഡിയോ റീൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് 3000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. ഇതിനകത്ത് ഫുള്ള് മാർബിൾ തന്നെ വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ കൈവരിയും ഗ്രാനൈറ്റാണ്, കോയിൻ ബ്ലാക്കിൻ്റെ ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ബാക്കി ഫുള്ള് ഫ്ലോറ് മാർബിൾ തന്നെയാണ്. രാജസ്ഥാനിൽ നിന്നാണ് മാർബിൾ എടുത്തത്. രാജസ്ഥാനിൽ ഏതോ രാജസ്ഥാനി അയച്ചു കൊടുത്തിട്ട് മാർബിൾ ഇപ്പം അന്വേഷിക്കുമ്പം എല്ലാവരും ഇതുപോലെ എല്ലാവരോടും അന്വേഷിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് ഈ മാർബിൾ തന്നെ വേണം, ഇതെവിടെയാണെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതാണ് ഞാൻ. അപ്പോൾ നല്ല വൈറ്റൊക്കെയാണ്, പക്ഷേ വിരിച്ചത് ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമുക്കിപ്പോൾ ഒരു കല്ല് കട്ട് ചെയ്യുമ്പോഴേക്കും ഒരു 10 സ്ലാബ്, ഒരു 100 സ്ലാബ് ഉണ്ടെങ്കിൽ നമ്പർ ഇടും, 1 തുടങ്ങി 100 വരെ. അപ്പോൾ അത് അങ്ങനെ അടുക്കി തന്നെ ആ കല്ല് എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ തന്നെയായിരിക്കും രാജസ്ഥാനിലും ആ കല്ല് വെച്ചിട്ടുണ്ടാവുക നമ്മൾ വാങ്ങുമ്പോൾ. അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടെയ്നറിൽ നമ്മൾ നമ്പർ വൈസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊട്ടും. അപ്പോൾ അത് തിരിച്ച് ഇവിടെ ഇറക്കുന്ന ടൈമിലും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇറക്കി വയ്ക്കുക. വിരിക്കുന്ന ടൈമിൽ ആ നമ്പർ നോക്കി തന്നെ പണിക്കാർ വിരിക്കാറാണ് പതിവ്. അപ്പം അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജോയിൻ്റൊക്കെ ചെറുതായിട്ടൊരു തെറ്റിയിട്ടൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സങ്കടം എനിക്കും അതുപോലെ തന്നെ കസ്റ്റമർക്കും ഉണ്ടായിരുന്നു. പണിക്കാർ ഇവിടെ നിന്ന് തന്നെ നാട്ടുകാർ തന്നെയാണെന്ന് തോന്നുന്നു ഏർപ്പാടാക്കിയതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു വീടാണ്. മുഴുവനും വീഡിയോസ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതാണ്. അപ്പോൾ ഉള്ള വീഡിയോ ആണ് ഞാൻ റീൽ ചെയ്തതാണ് കേട്ടോ.